എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ഫ്രനഖോൺ എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഒരു ബുദ്ധ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് വാഡ് ഫോ അല്ലെങ്കിൽ വാഡ് പോ എന്നൊക്കെ പേരിൽ അറിയപ്പെടും. ഇതിൻ്റെ ഔദ്യോഗിക നാമം അല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഫ്ര ചേറ്റ് ഫോൺ വിമോൺ മഖ്ലറാം രാജ്വരമ മഹാവിഹാൻ എന്നാണ് കേട്ടോ. ഒരു ഇത്തിരി നീണ്ട പേരാണ്, പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് വാഡ് ഫോ എന്ന പേരിൽ അല്ലെങ്കിൽ വാഡ് പോ എന്ന പേരിൽ നമുക്ക് പറയാം. ശരിക്കും നമ്മൾ തായ്ലൻഡിൽ ബാങ്കോക്കിൽ എത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. അതായത് ചാരിക്കിടക്കുന്ന ബുദ്ധൻ്റെ ഒരു കൂറ്റൻ പ്രതിമ ആണ് ഇതിനകത്തുള്ള ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അത് മാത്രമല്ല, അതുപോലെ തന്നെ പല തരത്തിലുള്ള ബുദ്ധ പ്രതിമകൾ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ വന്നാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഒരു 300 തായ് ബാത്തിൻ്റെ അടുത്ത് വരും ഒരാൾക്ക്. പക്ഷേ നമ്മൾ മറ്റു വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ ക്ലൂക്കോ അല്ലെങ്കിൽ ടിക്കറ്റ് ടു അട്രാക്ഷൻ അതല്ലെങ്കിൽ അഗോഡൊക്കെ പോലുള്ള സൈറ്റുകൾ കൂടെ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ലാതെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങൾ, ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെയും കൂടി ഉൾപ്പെടുത്തി അവർ വളരെ നല്ല ഭംഗിയിൽ ടൂറൊക്കെ കേന്ദ്രീകരിച്ച് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഏതാണോ നിങ്ങൾക്കിപ്പം വെബ്സൈറ്റ് ത്രൂ പോയിട്ട് ഒറ്റയ്ക്ക് കണ്ടിട്ട് അങ്ങനെയാണോ നിങ്ങൾ കാണുന്ന ആ ഒരു തീയതി വെച്ചിട്ട് ലാഭമെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ അവർ തരുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തായ്ലൻഡിൽ ഞങ്ങൾ കണ്ട ഒരു പ്രത്യേകത, നമ്മൾ ഏതൊരു സ്ഥലവും നേരിട്ട് വന്ന് അവിടെ വന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ എല്ലാ വീഡിയോയിലും മുന്നേ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മിക്ക സ്ഥലത്തേക്കും ടിക്കറ്റ് ടു അട്രാക്ഷൻ അല്ലെങ്കിൽ ക്ലൂക്ക് ഇത് രണ്ടും ത്രൂ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ആ ടിക്കറ്റ് ടു അട്രാക്ഷൻ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, വിലയാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ്, എന്നാൽ യാതൊരു രീതിയിലുള്ള ക്വാളിറ്റി അവരുടെ യാത്രയിൽ കുറവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മൾക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ ആ ബുദ്ധ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചെരുപ്പ് ഒരു ചെറിയൊരു ഗ്രീൻ കളർ ഒരു കവർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതിൽ നമ്മൾ ഊരി വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. പിന്നെ എന്താ പറയുക, സഭ്യമായ രീതിയിലുള്ള വേഷവിധാനങ്ങൾ വേണം. ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അതായത് ഷോൾഡർ മറച്ചും അതുപോലെ തന്നെ മുട്ട് മറച്ചിട്ടുള്ള ഡ്രസ് കോഡുകളൊക്കെ വേണം, ഇട്ടിട്ട് വേണം അവിടേക്ക് വരാനായിട്ട്. തായ്ലൻഡിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള 1ാം ക്ലാസ് രാജകീയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുറ്റൻ ചാരിക്കിടക്കുന്ന ഒരു 46 മീറ്ററോളൊക്കെ നീളമുണ്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു ബുദ്ധ പ്രതിമയാണ് കേട്ടോ അത്. ശരിക്കും നമ്മളിവിടെ വന്ന് കാണണം എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്ര മനോഹരമാണ്. എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വീഡിയോയിൽ പകർത്തിയാൽ അതിൻ്റെ ഭംഗി കിട്ടുന്നു തോന്നുന്നില്ല. അത്രത്തോളം മനോഹരമായിട്ട് നമുക്കിങ്ങനെ കണ്ടു നോക്കി നിൽക്കാൻ തോന്നും. അതുപോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. ശരിക്കും പീസ്ഫുള്ളായിട്ട് അന്തരീക്ഷമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും കാണാതെ നിങ്ങൾ പോവരുത്. ഇവിടുത്തെ ഓരോ ലിഖിതങ്ങളാകട്ടെ അതുപോലെ ഓരോ ചിത്രങ്ങളാകട്ടെ ഇതൊക്കെ വേൾഡ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് പ്രോഗ്രാമിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കിവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ സമുച്ചയമാണ്. ഇവിടെ നമ്മൾ എവിടെ കയറി ചെന്നാലും അവിടെ നമുക്കൊരു നമ്മുടെ കണ്ണിന് മനോഹരമായ ആകർഷണം തോന്നുന്ന ഒരു വിരുന്ന് തന്നെ നമുക്കവിടെ പറയാനായിട്ട് സാധിക്കും. അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ തായ് മസാജും പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ പോലെ തോന്നുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോൾ ഇതുപോലുള്ളൊരു ബുദ്ധപ്രതിമയൊക്കെയാണ് കാണാനായിട്ട് സാധിച്ചത്. അവിടെ ഒരുപാട് പേര് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. ശരിക്കും നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ വേറൊരു റൂമിലേക്ക് കയറിയപ്പോൾ ഇതുപോലെ അതൊരു നീളൻ വരാന്ത പോലെ അല്ലെങ്കിൽ ഒരു കോറിഡോർ പോലെ എന്ന് പറയാം. അവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ബുദ്ധന്മാരിങ്ങനെ ഇരിക്കുകയാണ്, ബുദ്ധ പ്രതിമകൾ. അപ്പം ഇതിനൊക്കെ ഓരോ ഐതിഹ്യമുണ്ട് കേട്ടോ. ആ കറുപ്പിൻ്റെ ആ കളറാണെങ്കിലും ഇപ്പുറത്തെ ആ ഗോൾഡൻ കളറിലൊക്കെ വെക്കാൻ എന്താണ് കാരണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. ഒരുപാട് ബുദ്ധപ്രതിമ എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധപ്രതിമകൾ
പ്രതിമകൾ ഇരുന്നിട്ടാവട്ടെ നിന്നിട്ടാവട്ടെ ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതുപോലൊരു പ്രതിമയാണ് കാണാൻ സാധിച്ചത്. ഇവിടെയും ഒരുപാട് ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പെട്ടെന്ന് കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ എടുക്കും ഒന്ന് കണ്ടുപോകാൻ. പക്ഷെ നമ്മൾ ശരിക്കും നമ്മളത് അനുഭവിച്ച് കണ്ടുപോവുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ചുറ്റി നടന്ന് കാണാനുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. വാട്ട്ഫോല് വന്ന് കണ്ടു. എന്താ പറയുക, ഇവിടെ വന്നിട്ട് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ അവിടെ എല്ലാം ബുദ്ധകൾ മാത്രം എന്ന് പറഞ്ഞാൽ ബുദ്ധകൾ മാത്രം പിടിച്ചാൽ തീരില്ല, അതിന് മാത്രം ബുദ്ധകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബുദ്ധകളുടെ രൂപമാണ്. കിടക്കുന്ന ബുദ്ധ, ഇരിക്കുന്ന ബുദ്ധ, നിൽക്കുന്ന ബുദ്ധ, ഒന്നും പറയില്ല. ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യട്ടോ വന്ന് കണ്ടു കഴിയുമ്പോൾ. എല്ലായിടത്തും ഒരുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും ഇവിടെയൊക്കെ നന്നായി റിലാക്സ് ചെയ്ത് ടൈം എടുത്ത് വരണം കേട്ടോ. നമ്മളിന്ന് ഒരുപാട് സ്ഥലത്തൊക്കെ അറിയാനാണ്, അത് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് പോകാൻ നോക്കട്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടോ കാണാനൊക്കെ. അപ്പം ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോളൂ. ഒത്തിരി നല്ല രസമാണ് നമുക്ക് കാണാനായിട്ട്. ബുദ്ധകളൊക്കെ കണ്ട് നമുക്കതിനെ മനസ്സൊക്കെ സന്തോഷിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏക്കർ കണക്കിന് പരന്ന് കിടക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ വാട്ട്ഫോയ്ക്കകത്ത് തന്നെ ഇവിടെ ആ കാണുന്ന മെയിനായിട്ടുള്ളത് സംഭവം ഇവിടെയാണ്. ഇവിടെ ഒരു 5 മണിക്ക് ശേഷം, ഇവിടുത്തെ 5 മണിക്ക് ശേഷമാണ് ഇവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് കാണാൻ സാധിച്ചില്ല. മിക്കവാറും പ്രാർത്ഥന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിക്കുന്നു കേട്ടോ, നമുക്കറിയില്ല. ബുദ്ധയുടെ എന്തെങ്കിലും ഒരു ഞെട്ടിക്കുന്ന രൂപം അവിടെയും കാണാൻ സാധിക്കുമായിരിക്കും. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7:30 വരെയാണ്. പക്ഷേ ഈ ഒരു ദിവസം മാത്രമായിട്ട് ഈ ഒരു സ്ഥലം മാത്രമായിട്ട് കണ്ടുപോകരുത്. മുന്നത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വാട്ട് അരുൺ, അതുപോലെ തന്നെ ഗ്രാൻഡ് പാലസ്, അങ്ങനെ നിങ്ങൾക്ക് ഒരു 3, 4, 5 പ്ലേസ് ഒക്കെ ഉൾപ്പെടുത്തി ഈ ഒരു ദിവസം വിനിയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.